ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നമുക്കിന്ന് നാരായണീയത്തിലെ 36-ാം ദശകമായ പരശുരാമചരിതത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. 4-ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് ആ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി സ്തോത്രം കൊണ്ട് ആനയിക്കപ്പെട്ട കാമധേനുവിനോടുകൂടി തൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ഹിമാലയത്തിൽ ചെന്ന് അവിടെ വെച്ച് ശ്രീ പരമേശ്വരനെ ആരാധിക്കുന്ന പരശുരാമനെ ആയിരുന്നു. അദ്ദേഹം ശ്രീ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ഒരു അസുരനെ വധിക്കുകയും അതിനുശേഷം അനേകം ദിവ്യാസ്ത്രങ്ങൾ ശ്രീ മഹാദേവനിൽ നിന്ന് നേടിയതിനു ശേഷം അകൃതവ്രണൻ എന്ന മഹർഷിയെ തൻ്റെ ഉറ്റമിത്രമായി സമ്പാദിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വരുന്നതുമാണ്. ഈ 5-ാമത്തെ ശ്ലോകത്തിൽ കാർത്തവീര്യാർജുനനെ വധിക്കുന്നതിനുള്ള കാരണം എന്താണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വായിക്കാം. ആഖേടോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുക്തകുധിയാ തേനാഭിരുന്ധൻ മുനിപ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോ ഹൃത. ആഖേട ഉപഗതഃ അർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത് പിത്രാ പരിപൂജിതഃ പുരഗതഃ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുക്തകുധിയാ തേന അപി രുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂ ചക്രേണ വത്സോ ഹൃതഃ. ആഖേടോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ. ആഖേട ഉപഗതഃ എന്ന് പറഞ്ഞാൽ നായാട്ടിനായിട്ട് എത്തിച്ചേർന്ന്. ആരാണ് നായാട്ടിനായിട്ട് എത്തിച്ചേർന്നത്? കാർത്തവീര്യാർജുനൻ. സുരഗവീ സംപ്രാപ്ത. സുരന്മാരെ ദേവന്മാരാണല്ലോ. ഗവീന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാമധേനുവിനെയാണ്, അതായത് പശുവിനെ. നമുക്കറിയാം, പാലാഴി മന്ഥനം ചെയ്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ചതാണ് കാമധേനുവിനെയും. ആ സുരഗവീ സംപ്രാപ്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവലോകത്തെ പശുവായ കാമധേനുവിൽ നിന്നും ലഭിച്ച സമ്പദ് സമൃദ്ധി കൊണ്ട്. സമ്പദ്ഗണൈഹി, സമ്പദ്ഗണം എന്ന് പറഞ്ഞിരിക്കുന്നത് സമ്പദ് സമൃദ്ധിയെയാണ്. ത്വത് പിത്രാ പരിപൂജിത. ത്വത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്തിരുവടിയുടെ പിതാവിനാൽ പരിപൂജിത, സത്കരിക്കപ്പെട്ട. പരിപൂജിത അതായത് നായാട്ടിന് വന്ന കാർത്തവീര്യാർജുനനെയും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളെയും ജമദഗ്നി മഹർഷിയാൽ സൽക്കരിക്കപ്പെട്ടു. നായാട്ടിന് വന്ന് ക്ഷീണിതരായ ആ മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും വളരെ സമ്പദ് സമൃദ്ധമായി വളരെ വിപുലമായ രീതിയിൽ തന്നെ സൽക്കരിക്കപ്പെട്ടു ജമദഗ്നി മഹർഷിയാൽ. ഇത്രയും പേർക്ക് പെട്ടെന്ന് തന്നെ എല്ലാ വിഭവങ്ങളും ഒരുക്കി സൽക്കരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം അതെന്തുമാത്രം ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ സാധിക്കുമോ അത്ര പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ? അപ്പോൾ ആ കാമധേനുവിൻ്റെ കഴിവിനാലാണ് അങ്ങനെ സൽക്കരിക്കാൻ സാധിച്ചത്. പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ. പുനഃ വീണ്ടും, അനന്തരം, പിന്നീട്. പുരഗത, പുരം പട്ടണമാണ്. പട്ടണത്തിൽ ചെന്നിട്ട്, അതായത് സ്വന്തം സ്ഥലത്ത് ചെന്നിട്ട്, സ്വന്തം രാജ്യത്ത് ചെന്നിട്ട്, ദുർമന്ത്രിവാച, മന്ത്രി നല്ല മന്ത്രിയായിരുന്നില്ല, അതുകൊണ്ടാണ് ദുർമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദുഷ്ടനായ മന്ത്രിയുടെ വാക്കിനാൽ ഗാം ക്രേതും സജീവം ന്യയുക്തകുധിയ. ഗാം ക്രേതും സജീവം, അതായത് ദുഷ്ടനായ മന്ത്രിയുടെ ഉപദേശപ്രകാരം കാമധേനുവിനെ ക്രേതും എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അതിനായി മന്ത്രിയെ നിയോഗിക്കുകയും ചെയ്യുന്നു. രുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂചക്രേണ. പക്ഷേ പശുവിനെ കൊടുക്കാൻ മഹർഷി തയ്യാറായില്ല.
കാമധേനുവിനെ കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അതിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ കാർത്തവീര്യാർജുനൻ ശ്രമിക്കുന്നു. തൻ്റെ ദുഷ്ടനായ മന്ത്രിയുടെ ഉപദേശമനുസരിച്ചാണ് കാർത്തവീര്യാർജുനൻ അപ്രകാരം ചെയ്യുന്നത്. ജമദഗ്നി മഹർഷിയെ കാർത്തവീര്യാർജുനൻ വധിക്കുന്നു. അപ്പോൾ കോപാകുലയായ കാമധേനുവിൻ്റെ ശരീരത്തിൽ നിന്നും വിവിധ തരത്തിലുള്ള ആയുധങ്ങളേന്തിയ അനേകം സൈന്യ സമൂഹങ്ങൾ പുറത്തേക്ക് വന്നിട്ട് കാർത്തവീര്യാർജുനനെയും സൈന്യത്തെയും ആക്രമിക്കുകയാണ്. കുധിയ തേനാപി, ഇവിടെ ദുർബുദ്ധിയായ മന്ത്രിയാൽ തന്നെ എന്നാണ്. വത്സഹ ഹൃദഹ, പശുക്കുട്ടിയെ അപഹരിക്കുന്നു. ആ കാമധേനുവിൻ്റെ കുട്ടിയോടുകൂടി തന്നെ പശുവിനെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. സരോഷഗോഹത ചമൂചക്രേണ, രോഷം കൊണ്ട് കോപിച്ച, അതായത് ക്രുദ്ധയായ കാമധേനുവിനാൽ ആക്രമിക്കപ്പെടുന്ന ആ കാർത്തവീര്യാർജുനനും സൈന്യങ്ങളും ജമദഗ്നി മഹർഷിയെ വധിച്ചിട്ട് ആ പശുക്കുട്ടിയെ, വത്സഹ എന്നുദ്ദേശിക്കുന്ന പശുക്കുട്ടിയെയാണ് ഹൃതഹ അപഹരിക്കപ്പെട്ടു. ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നത് ഇങ്ങനെയാണ്: കാമധേനുവിൻ്റെ വൈഭവം കൊണ്ട് ജമദഗ്നി ചെയ്ത അതിവിശിഷ്ടമായ ആ അതിഥി സൽക്കാരം കണ്ടപ്പോൾ രാജാവിനത്ര സൂചിച്ചില്ല. അദ്ദേഹത്തിന് അസൂയ തോന്നുകയാണ്. സന്തോഷിക്കുന്നതിന് പകരം രാജാവ് പ്രജകളെ സംരക്ഷിക്കേണ്ടവനല്ലേ, പക്ഷേ അദ്ദേഹത്തിന് അസൂയ തോന്നി. അദ്ദേഹം ആ സത്കാരത്തെ അത്ര ആദരിക്കുന്നില്ല. കാമധേനുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരു മോഹം രാജാവിനുണ്ടാവുകയാണ്. തൻ്റെ ദുഷ്ടനായ മന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് അങ്ങനെ ഒരു മോഹം രാജാവിന് തോന്നുന്നത് തന്നെ. അതിൻ പ്രകാരം കാമധേനുവിനെ ചോദിക്കുന്നു. കാമധേനുവിന് ഉള്ള ആ ശ്രേഷ്ഠ ശക്തി അദ്ദേഹത്തെ മോഹിപ്പിച്ചതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ജമദഗ്നി മഹർഷി അതിനെ കൊടുക്കാൻ വിസമ്മതിക്കുന്നു. ഉടനെ സൈന്യങ്ങളോടുകൂടി ജമദഗ്നി മഹർഷിയെ എതിർക്കുകയാണ് കാർത്തവീര്യാർജുനൻ. തിരിച്ച് കാമധേനുവും തൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ആ സൈന്യത്തോടുകൂടി, ആയുധധാരികളായ സൈന്യത്തോടുകൂടി കാർത്തവീര്യാർജുനനെ എതിർക്കുന്നുണ്ടെങ്കിലും ജമദഗ്നി മഹർഷിയെ വധിച്ചിട്ട് തൻ്റെ രാജ്യമായ മാഹിഷ്മതിയിലേക്ക് ആ കരയുന്ന പശുക്കുട്ടിയെയും പശുവിനെയും കൂട്ടി പോവുകയാണ്. ഇത്രയുമാണ് 5-ാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകം വായിച്ചു നോക്കാം. കുറേ ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയതിന് ശേഷം 21 പ്രാവശ്യം ക്ഷത്രിയ വംശത്തെ കൊന്നൊടുക്കിയെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മൾ ആ സന്ധ്യാനാമത്തിൽ പറയുന്നുണ്ടല്ലോ, എണ്ണിക്കൊണ്ടിരുപത്തൊന്നു പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ ദണ്ണിപ്പിച്ച പരശുരാമാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദ. ദശാവതാര കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ക്ഷത്രിയന്മാരെ എല്ലാം വധിച്ചതിന് ശേഷം കാർത്തവീര്യാർജുനനോട് യുദ്ധം ചെയ്യുന്ന പരശുരാമനെയാണ് നമുക്ക് 6-ാമത്തെ ശ്ലോകത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ശുക്രോജ്ജീവിത താതവാക്യജലിത ക്രോധോധസഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷീ ക്ഷിതിപതോ സംപ്രാസ്തുധാസങ്കരം. ശുക്രോജ്ജീവിത താതവാക്യ ചലിത ക്രോധഃ അധ സഖ്യാ സമം ബിഭ്രത് ധ്യാത മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹവാഹയന്ത്രകരഥം മാഹിഷ്മദീം ആവിശൻ വാഗ്ഭിഃ വത്സം അദാശുഷീ ക്ഷിതിപതൗ സംപ്രാസ്തുതാഃ സങ്കരം. സംസ്കൃത അർത്ഥം അനുസരിച്ച് അന്വയിക്കുമ്പോൾ
ഇതിൻ്റെ ക്രമം ഇപ്രകാരമല്ല. ഞാൻ വായിക്കുന്നവരുടെ എളുപ്പത്തിന് വേണ്ടി ആ വാക്കുകൾ അതുപോലെ പറയുന്നു എന്നേ ഉള്ളൂ. ക്ഷിതിപതൗ വാഗ്ഭിഹി വത്സം അദാശുഷി സങ്കരം സംപ്രാസ്തുതാഹ. ഇങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. ഇത് മേൽപ്പത്തൂർ ശ്രീ ഗുരുവായൂരപ്പനോട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് പറയുന്നതല്ലേ, ആ പരമാത്മാവായ പരബ്രഹ്മസ്വരൂപമായ ഭഗവാനോട് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പരശുരാമൻ്റെ അവതാരവും അദ്ദേഹത്തിൻ്റെ കഥകളുമാണ് ഇപ്പോൾ പറയുന്നുണ്ട്. ത്വം നിന്തിരുവടി ക്രോജീവിത താതവാക്യചലിത ക്രോധോധ സഖ്യാസമം. കാർത്തവീര്യാർജുനനാൽ വധിക്കപ്പെട്ട ആ ജമദഗ്നി മഹർഷി ശുക്രാചാര്യനാൽ വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പുനർജീവിച്ചു വന്ന ജമദഗ്നി മഹർഷി അദ്ദേഹത്തിൻ്റെ വാക്കിനാൽ, താത്ത വാക്യ എന്ന് പറഞ്ഞിരിക്കുന്ന താതൻ്റെ വാക്കിനാൽ, അതായത് ഇവിടെ ജമദഗ്നി മഹർഷിയുടെ വാക്കിനാൽ, അദ്ദേഹം പറഞ്ഞത് തിളകിമറിയുന്ന കോപത്തോടു കൂടിയവനായിട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ട് പരശുരാമന് വളരെയധികം ക്രോധം വന്നു. അതുകൊണ്ടാണ് വാക്യചലിത ക്രോധ, അച്ഛൻ്റെ വാക്ക് കേട്ട് വളരെയധികം ക്രുദ്ധനായിട്ട് അധ സഖ്യാസമം, അനന്തരം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു അകൃതവ്രണൻ എന്ന മഹർഷിയെ ചങ്ങാതിയായി സമ്പാദിച്ചു എന്ന്. ആ അകൃതവ്രണൻ എന്ന മഹർഷിയോടുകൂടി അദ്ദേഹത്തിനോടുകൂടി ധ്യാത മഹോദരോപനിഹിതം, ധ്യാനിച്ച ഉടനെ മഹോദരൻ എന്ന ശിവപാർഷദൻ കൊണ്ടുവന്നു കൊടുത്ത വില്ലും വെൺമഴവും ശരങ്ങളും എടുത്തിട്ട്, ചാപം കുഠാരം ശരാൻ, ചാപം വില്ല്, കുഠാരം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെൺമഴുവാണ്, ശരാൻ ശരങ്ങൾ, ഇവയെല്ലാം കയ്യിലേന്തി ആരൂഢ കയറി രഥത്തിന് സഹവാഹയന്ത്രകരഥം എന്നാണ്. ഈ ആയുധങ്ങളും ശരങ്ങളും എല്ലാം എടുത്തിട്ട് സഹവാഹയന്ത്രകരഥം, കുതിരകളും സാരഥിയും ഉള്ള ആ തേരിൽ കയറി മാഹിഷ്മതിയും ആവിശൻ, മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ചു. ക്ഷിതിപതൗ, ക്ഷിതി ഭൂമിയാണല്ലോ, ക്ഷിതിയുടെ പതിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാർത്തവീര്യാർജുനെയാണ്, രാജാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ഭിഹി വത്സം അദാശുഷി, രാജാവിനോട് പശുക്കുട്ടിയെ തരാൻ ആവശ്യപ്പെട്ടു. പല പ്രാവശ്യം അപേക്ഷിച്ചു പശുക്കുട്ടിയെയും പശുവിനെയും തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ സങ്കരം സംപ്രാസ്തുതാഹ, സങ്കരം യുദ്ധമാണ്, സംപ്രാസ്തുതാഹ ആരംഭിച്ചു. കാർത്തവീര്യാർജുനൻ മോഷ്ടിച്ചു കൊണ്ടുപോയ പശുക്കുട്ടിയെയും പശുവിനെയും ജമദഗ്നി മഹർഷിയുടെ വാക്കിനാൽ അദ്ദേഹം പറഞ്ഞു തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ പശുക്കുട്ടിയെന്ന്. അത് കേട്ട് വളരെയധികം ക്രുദ്ധനായി തൻ്റെ മിത്രമായ അകൃതവ്രണൻ എന്ന മഹർഷിയോടുകൂടി മാഹിഷ്മതി നഗരത്തിൽ ചെന്ന് കാർത്തവീര്യാർജുനനോട് കാമധേനുവിനെയും പശുക്കുട്ടിയെയും തിരിച്ചു തരണമെന്ന് അപേക്ഷിച്ചെങ്കിലും രാജാവ് അതിന് തയ്യാറായില്ല. ഉടനെ തൻ്റെ രഥത്തിൽ കയറി, സാരഥിയോടും കുതിരകളോടും കൂടിയ രഥത്തിൽ കയറി, ആയുധസമേതമാണ് കയറിയത്. ചാപം കുഠാരം ശരാൻ, വില്ലും തൻ്റെ വെൺമഴുവും ശരങ്ങളും എല്ലാമായി രഥത്തിൽ കയറി മാഹിഷ്മതിയിൽ പ്രവേശിച്ചിട്ട് പശുക്കുട്ടിയെ തരാൻ പല പ്രാവശ്യം അപേക്ഷിച്ചെങ്കിലും രാജാവ് അതിന് തയ്യാറാകാത്തത് കൊണ്ട് യുദ്ധം ആരംഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധോധ സഖ്യാസമം ബിഭ്രധ്യാത മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢ സഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിവത്സമദാശുഷി ക്ഷിതിപതൗ സംപ്രാസ്തുധാ സങ്കരം. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ മറ്റ് വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യാനും മടിക്കല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.